കർത്താവിൻ്റെ വിലയേറിയ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇന്ന് പകൽ കടന്നു വന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ വേഗത്തിൽ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. റോമാലേഖനം എല്ലാവരും എടുത്തേ. റോമാലേഖനം 12-ാമത്തെ അധ്യായം, അതിൻ്റെ 1-2 വേദവാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമാലേഖനം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അടുത്ത വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ലേഖനമാണ് റോമാലേഖനം. ഏറ്റവും അധികം ആധികാരികമായി പഠിപ്പിക്കുകയും ചെയ്യാൻ ഉള്ള ഒന്നാണ് റോമാലേഖനം. റോമാലേഖനത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നീതീകരണം, വിശുദ്ധീകരണം, പ്രത്യാശ. നീതീകരണവും വിശുദ്ധീകരണവും പ്രത്യാശ അഥവാ തേജസ്കരണവും, ഈ കാര്യങ്ങളാണ് റോമാലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. റോമാലേഖനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വ്യത്യസ്തമായ ദൈവിക ന്യായവിധി, ദൈവം മനുഷ്യരുമായുള്ള ബന്ധത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ന്യായവിധി, അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ റോമാലേഖനത്തിൽ കാണാം. മനസ്സാക്ഷി യുഗത്തിലെ ന്യായവിധി, ന്യായപ്രമാണ യുഗത്തിലെ ന്യായവിധി, കൃപായുഗത്തിലെ ന്യായവിധി, സഹസ്രാബ്ദ കാലഘട്ടത്തിലെ ന്യായവിധി, 1000 ആണ്ട് വാഴ്ച അല്ലെങ്കിൽ നിത്യ യുഗം. പല യുഗങ്ങളിലും ദൈവത്തിൻ്റെ വ്യക്തിപരമായ ഇടപെടലും ആ യുഗങ്ങളിലെല്ലാം ദൈവം കൽപ്പിച്ചാക്കിയ ഓരോ നിയമങ്ങളെ തെറ്റിച്ച് കഴിയുമ്പോൾ ദൈവം അവരോട് ഇടപെടുന്ന രീതിയുമാണ് റോമാലേഖനത്തിൽ. പക്ഷേ 12-ാം അധ്യായത്തിൽ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ചുണർത്തുന്നതെന്നാൽ, അടുത്ത വാക്യം, നിങ്ങൾ എന്തുള്ള ബുദ്ധിയുള്ള ആരാധകരായി. വേദപുസ്തകത്തിൽ നമ്മൾ അകമാനം എടുത്ത് പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇടാത്തുണ്ട്. പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തിന് മനസ്സലിവാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. ഇതിനകത്ത് ദൈവത്തിന് മനസ്സലിവ് ഓർപ്പിക്കുന്നെന്ന് പറയുമ്പോൾ മറ്റു ചില പുസ്തകങ്ങളിൽ വളരെ വ്യക്തമാണ്. അതിനകത്ത് മനസ്സലിവ് ഓർപ്പിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു എന്നാണ്. അപ്പൊ ദൈവത്തിൻ്റെ മനസ്സ് പൗലോസ് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ മനസ്സ് എങ്ങനെ പൗലോസിനറിയാം? പൗലോസ് തന്നെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മനസ്സറിയുന്നവൻ ആർ? അടുത്ത വാക്യം പറയുന്നു, ഞങ്ങൾ അവൻ്റെ മനസ്സറിയുന്നവർ. അപ്പൊ ദൈവത്തിന് ഒരാൾ മനസ്സ് പൊഴിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത്രയും മാത്രം ദൈവമായുള്ളൊരു ബന്ധമില്ലാത്ത ഒരാൾക്ക് ദൈവത്തിൻ്റെ മനസ്സ് തുറന്നു കൊടുക്കാൻ കഴിയില്ല. ഇവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ മനസ്സ് തുറന്നു കാണിച്ച് നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധകരാകുക. ഈ പലരും പറയുന്നത് ആരാധനയ്ക്കകത്ത്, ആത്മാവിൻ്റെ ആരാധനക്കകത്ത് ബുദ്ധി വരാൻ പാടില്ലെന്നാണ്, അല്ലേ? ബുദ്ധിയുടെ പ്രമാണമെന്നും ബുദ്ധി വരാൻ പാടില്ല, ആത്മാവിനാണ് കീഴ്പ്പെടുന്നതൊക്കെ നമ്മൾ പറയാറുണ്ട്.
പക്ഷെ പൗലോസ് തന്നെ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആത്മാവ് കൊണ്ടും പാടും. പറ, ബുദ്ധി കൊണ്ടും പാടും. എനിക്ക് ആത്മാവ് കൊണ്ട് ആരാധിക്കാനും അറിയാം, ബുദ്ധി കൊണ്ടും ആരാധിക്കാൻ അറിയാം. ഇനി എങ്ങനെയാ ബുദ്ധി കൊണ്ട് ആരാധിക്കുന്നേ? അതെങ്ങനെ കഴിയും? ബുദ്ധി കൊണ്ട് ആരാധിക്കുക. ആത്മാവിൽ ആരാധിക്കുന്നത് എളുപ്പമല്ലേ? ആത്മാവാകുന്ന ദൈവത്തെ നമുക്ക് ദൈവം തന്ന ആത്മാവിൽ നിറഞ്ഞാരാധിക്കാം. എങ്ങനെ ബുദ്ധി കൊണ്ട് ആരാധിക്കാൻ പറ്റും? അതിന് പൗലോസ് തന്നെ അതിന് മുൻപത്തെ അധ്യായത്തിൽ വായിക്കണ്ട, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവർ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞിട്ടും ദൈവമെന്ന് ഓർത്ത് അവന് മഹത്വം കൊടുക്കാം. അവർ ദൈവത്തെ ക്ഷയിച്ചു പോകുന്ന പക്ഷി, നാൽക്കാലി, ഇഴജന്തുക്കൾ ഇവയുടെ രൂപസാദൃശ്യമാക്കി കളഞ്ഞു. കണ്ടോ? അവിടെ അവർ ബുദ്ധി ഉപയോഗിച്ചില്ല. ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയെന്നും ഏത് ദൈവത്തെ ആരാധിക്കണമെന്നും ഏത് ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടതൊന്നും ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യാതെ അവരുടെ, വിശുദ്ധ ബൈബിൾ പറയുന്നു, അവരുടെ ജഡത്തിന്റെ സ്വന്തം ഇച്ഛയ്ക്ക് അവർ തുനിഞ്ഞു, അതിനുവേണ്ടി അവർ കീഴ്പ്പെട്ടു. ദൈവം അവരെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. എന്നാൽ ഇന്നത്തെ ഇവിടുത്തെ ആരാധനയുടെ പ്രത്യേകത, നിങ്ങൾ ബുദ്ധിപൂർവം അറിയേണ്ട ദൈവത്തെ അറിഞ്ഞവരാണ്, സ്വീകരിക്കേണ്ട ദൈവത്തെ നിങ്ങൾ സ്വീകരിച്ചവരാണ്. ഏത് ദൈവത്തെയാണോ പിൻപറ്റേണ്ടത് ആ ദൈവത്തെ പിൻപറ്റാൻ നിങ്ങൾ ബുദ്ധി കൊണ്ട് ചില തീരുമാനങ്ങൾ എടുത്തവരാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ആരാധിക്കുന്ന ദൈവമൊക്കെ തിരിച്ചറിയണം. ആമേൻ. ഞാനും നിങ്ങളും എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ബുദ്ധിപരമാണെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതി ചെയ്യാനുണ്ട്. സ്തോത്രം. പൗലോസ് പറയാണ്, ആമേൻ, അടുത്ത വാക്യം ഇങ്ങനെയാണ്, നന്മയും പൂർണ്ണതയും അല്ല, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും, ദൈവത്തിൻ്റെ മനസ്സറിയുന്നതാണ് ഏറ്റവും വലിയ ചിന്ത. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരിക്കൽ ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. 2 മക്കൾ. ആ അപ്പൻ പ്രായമായി കഴിഞ്ഞപ്പോൾ അതിൽ മൂത്തവനെ വിളിച്ചിട്ട് അപ്പം പറയുകയാണ്, മോനെ, അപ്പം മരിക്കാറായി. അപ്പം മരിക്കാറായതുകൊണ്ട് അപ്പന് കുറച്ച് വേട്ടയിറച്ചി കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് നീ പോയി വേട്ടയിറച്ചി കൊണ്ടുവരണം. അപ്പൻ്റെ മനസ്സായിരുന്നു അപ്പൻ എന്ത് വേണമെന്നുള്ളത്? വേട്ടയിറച്ചി വേണമെന്നുള്ളത്. അത് കൂടെ താമസിക്കുന്ന മക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിജയകരമായി ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റുന്ന എപ്പോഴാണെന്നറിയാമോ? നമ്മൾ കുറേ നാളുകൾ ആയി എന്ന് പറയുന്നതിലല്ല, കുറച്ചേ ആയുള്ളെങ്കിലും ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്തോത്രം, സ്തോത്രം. ഈ പിതാവിൻ്റെ മനസ്സ് അറിഞ്ഞാണ് പുത്രൻ ശുശ്രൂഷ ചെയ്തത്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അത്ഭുതം നടന്ന സ്ഥലത്തെല്ലാം യേശു അപ്പച്ചൻ്റെ പ്രാർത്ഥന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആമേൻ. ലാസറിൻ്റെ കല്ലറ വാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ യേശു പറയുന്നൊരു പദമുണ്ട്, പിതാവേ, 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 അങ്ങയുടെ നാമം മഹത്വപ്പെടേണ്ടതിന് ഈ നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിനും ഇവർ നിമിത്തം ഞാനിത് ചെയ്യുന്നു. ലാസറേ, പുറത്തു വരിക. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ യേശു കർത്താവ് അപ്പം എടുത്ത് സ്വർഗത്തേക്ക് നോക്കി, പിതാവേ,
എന്ന് വിളിച്ച് പിതാവിനെ വാഴ്ത്തി മഹത്വം കൊടുത്തുകൊണ്ട് പറയുന്നു, പിതാവേ, പിതാവേ, പിതാവേ. അടുത്ത സ്ഥലത്ത് അതേ മശിഹ തമ്പുരാൻ ഇങ്ങനെ പറയുന്നു, പിതാവേ, ഞാനും നീയും ഒന്നാകൊണ്ട് അങ്ങയുടെ മഹത്വം ഇവിടെ വെളിപ്പെടേണ്ടതിന് അങ്ങയുടെ നിമിത്തം ഞാനിത് ചെയ്യുന്നു. യേശുവിൻ്റെ 33 തിരുവയസ്സിൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്താണെന്ന് ചോദിച്ചാൽ, പിതാവിൻ്റെ മനസ്സറിഞ്ഞ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാ, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്നവനാണ് ഏറ്റവും വലിയ ക്രിസ്ത്യാനി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല, മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ആമേൻ. ഭാരതത്തെ ഏറ്റവും അധികം വേദനിപ്പിച്ച വേദപുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും നെഞ്ചോട് ചേർത്ത് പിടിച്ച, വേദപുസ്തകം ഒരു അധ്യായമെങ്കിലും വായിച്ച എല്ലാ ദൈവവിശ്വാസികളുടെയും കണ്ണും നനച്ച ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഗ്രഹാം സ്റ്റെയിലും ഫിലിപ്പും തിമോത്തി എന്ന് പറയുന്ന രണ്ടോമനത്വം തുളുമ്പുന്ന 2 പിഞ്ചോമനകളെയും, ആമേൻ, കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കിയും അവിടെ മുറിവുകൾ കെട്ടിയും, ആമേൻ, ആമേൻ, അഗതികളെ ചേർത്ത് പിടിച്ചും കൈകൊണ്ട് ആഹാരം വാരിക്കൊടുത്തും കുഷ്ഠരോഗികളെ ശുശ്രൂഷ ചെയ്ത ഗ്രഹാം സ്റ്റെയിൽസിനെയും 2 പിഞ്ചോമനകളെയും അവർ കിടന്നുറങ്ങിയ ജീപ്പിനകത്തിട്ട് നിഷ്കരണം കത്തിച്ച്, ആമേൻ, കൊലവിളി നടത്തി. ലോകം മുഴുവൻ 1 സെക്കൻഡ് കൊണ്ട് ആ കൊലയാളികൾക്കെതിരായി. ഞാൻ ആ വാർത്ത ഇങ്ങനെ കണ്ടു. അമേരിക്കക്കാർ ഒരുമിച്ച് ഭാരതീയ അല്ലെങ്കിൽ ആമൻ സംസാരത്തെ ആമൻ അധികാരിയോട് പറഞ്ഞു, ആമൻ, ആമൻ, അവരെ ഉടനെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, തക്കതായ മറുപടി അവർക്ക് നൽകി കൊടുക്കണം. ഒടുവിൽ കോടതിയിലെത്തി. കോടതിയുടെ വരാന്തയിൽ ആയിരക്കണക്കിന് പത്ര റിപ്പോർട്ടുകാർ ഓടിക്കൂടി. അടുത്തന്നറിയാമോ? ഒരമ്മയും ഒരു പെൺകുഞ്ഞും നിൽക്കുന്നതിന് ചുറ്റും 100 കണക്കിന് ക്യാമറ കണ്ണുകൾ ചുറ്റും നിൽക്കുമ്പോൾ ആ അമ്മയോട് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പ്രിയ സഹോദരി, നിങ്ങളുടെ ഭർത്താവിനെയും പിഞ്ചോമനകളെയും ചുട്ടുകരിച്ച് കൊന്ന ആമേൻ ആ ദുഷ്ടന്മാർക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഉടനെ ആ സഹോദരി പറഞ്ഞത് വാർത്തയിൽ ഇടം പിടിച്ചു. അതിങ്ങനെയായിരുന്നു, ഞങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകത്തിനകത്ത് ശത്രുവിനെ കൊല്ലാൻ പറയുന്നില്ല, ശത്രുവിനെ സ്നേഹിക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവർക്ക് മാപ്പ് കൊടുത്തു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ചരിത്ര സംഭവമാക്കി കളഞ്ഞില്ലേ? സ്തോത്രം. ആമേൻ. അത് എപ്പോഴൊക്കെ ഇടക്കിടക്ക് ആ വാർത്തകൾ വരുമ്പോൾ അത് വായിക്കുമ്പോഴൊക്കെ ഹൃദയം പിടക്കുന്നത് കാണാൻ കഴിയും. നമ്മളും എടുത്തിരിക്കുന്നത് ഈ പുസ്തകം തന്നെയാണ്, നാമും വിളിക്കുന്നത് ഇതേ യേശുവിനെ തന്നെയാണ്. എങ്ങനെ ഇത് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, ദൈവത്തിന് മനസ്സറിഞ്ഞവന് അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് മനസ്സറിഞ്ഞവന് അത് കൊടുക്കാൻ കഴിയോ? ദൈവത്തിന് മനസ്സറിഞ്ഞവന് ദ്രോഹിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് മനസ്സറിഞ്ഞവന് പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് മനസ്സറിഞ്ഞവന് ഒന്നും നഷ്ടപ്പെടുത്താൻ കഴിയത്തില്ല. സ്തോത്രം. ഞാൻ ഇന്ന് ഈ ലൈവിലൂടെ ഈ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ ഒരു ദൂത് ഞാൻ ലോകത്തോട് വിളിച്ചു പറയാ, ഞങ്ങൾ കേൾക്കുന്നവരോട് വിളിച്ചു പറയാ, ഞങ്ങൾ പ്രസംഗിക്കുന്നതും ഞങ്ങൾ ആരാധിക്കുന്നതുമായ ഞങ്ങളുടെ യേശു കർത്താവ് ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല, ആർക്കും പകരം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പകരം അവന്റെ ഒറ്റ കൽപ്പന, ശത്രുവിനെ സ്നേഹിക്കുക, അവന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സ്തോത്രം. ദൈവമക്കളെ,
കൈയടിക്കുന്നതിലോ പാട്ടുപാടുന്നതിലോ നൃത്തം ചവിട്ടുന്നതിലോ കാര്യമില്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. അതൊക്കെ രണ്ടാമതാണ്. പക്ഷെ ഒന്നെന്ന് പറയുന്നത് നീ ദൈവത്തിൻ്റെ മനസ്സറിയണം. കർത്താവിന് നല്ലൊരു സ്തോത്രം പറയാൻ പറ്റുമോ? കർത്താവിൻ്റെ മനസ്സറിയുന്നവൻ ആരാണ്? കർത്താവിൻ്റെ മനസ്സറിയുന്നവൻ ആരാണ്? ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, എന്ത് ചെയ്യണം? കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞ് നാം ജീവിക്കണം. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കണം. റോമാലേഖനം 11-ാം അധ്യായം അതിന് 34-ാമത്തെ വാക്യം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവനാർ. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ. ഇന്ന് ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം ദൈവസഭയോട് ദൈവമക്കളോട് ചോദിക്കുന്നു, കർത്താവിന്റെ മനസ്സറിഞ്ഞ എത്ര പേരുണ്ട്? കർത്താവിന്റെ മനസ്സറിഞ്ഞ എത്ര പേരുണ്ട്? കർത്താവിന്റെ മനസ്സ് ശരിക്കും അറിഞ്ഞ എത്ര പേരുണ്ട്? പ്രൈസ് അല്ലാഹ്. നമ്മൾ പറയും, എന്നെ അവർക്കറിയില്ല, അവർ എന്നെ ഇതുവരെ പഠിച്ചിട്ടില്ല, അവര് എന്നെ ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല, അവര് അങ്ങനെയാ ഇങ്ങനെയാ. ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ കർത്താവ് നമ്മോട് ചോദിക്കുക, കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആർ? സ്വതന്ത്രം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. കർത്താവിന് മനസ്സറിഞ്ഞവൻ ആരാണെന്ന് ചോദ്യത്തിന് ഭയങ്കര പ്രസക്തിയാ. കർത്താവ് പറഞ്ഞേ, ഇവിടെ എത്ര വാൾ, ഇവിടെ എത്ര വാളുണ്ട്? പിന്നെ യേശുമാര് പറഞ്ഞേ, ഒരെണ്ണമുണ്ട്. ഇവിടെ എത്ര വാളുണ്ട്? ഒരെണ്ണമെന്ന് പറഞ്ഞു. എടുത്തേക്കാൻ പറഞ്ഞു. എവിടെയാ പോകുന്നേ? പ്രാർത്ഥിക്കാൻ. ഗെത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന യേശു ശിഷ്യന്മാരോട് ചോദിക്കുക, ഇവിടെ എത്ര ആളുണ്ട്? അപ്പോൾ തന്നെ പത്രോസ് ശിഷ്യന്മാരോട് ചെവി പറഞ്ഞു കാണും, ഇന്നൊരു അംഗമുണ്ട്, ഇന്നൊരു യുദ്ധം നടക്കും. കാരണം യേശു ആരാന്ന് ഈ 3.5 വർഷം കൊണ്ട് അവർ മനസ്സിലാക്കി. പറഞ്ഞ പോലെ സംഭവിക്കും. ഞങ്ങളെ കൊണ്ട് വാളെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. വാളെടുത്തോ? വാളെടുത്തു. വാൾ ഉറയിലിട്ടോ? എന്നാ പ്രാർത്ഥിക്കാം. യേശു അൻപിൻപാട് ദൂരത്ത് പോയി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. തൊട്ടപ്പുറത്ത് വാൾ ഉറയിലിട്ട് പത്രോസ് കൂർക്കം വലിക്കുന്നു. ഒരു ബഹളമൊക്കെ കേട്ട് ചാടിപ്പിടിച്ച് എഴുന്നേക്കുക പത്രോസ്. ഭയങ്കര ബഹളം. ഈ ബഹളം കേട്ട് എഴുന്നേക്കുമ്പോൾ പത്രോസ് കാണുന്ന എന്നാന്നറിയാമോ? 12 മണിക്കൂർ പ്രാർത്ഥിച്ച് 12 പേരെ പേര് ചൊല്ലി വിളിച്ചതിൽ പണസഞ്ചി ഏൽപ്പിച്ച യൂദ യേശുവിനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. ഒരു പടയാളി യേശുവിന്റെ കയ്യിൽ കയറി പിടിക്കുന്നു. ഒന്നും നോക്കിയില്ല, വാളെടുത്തു, കറക്കി വീശി. സ്തോത്രം പറഞ്ഞേ. എന്താ പോയേ? ചെവിയാ പോയെ. ഉറക്കപ്പിച്ചിന് വെട്ടിയതാ. തലക്കെട്ട് വെട്ടിയത് എവിടെക്കെട്ടായി പോയി. സഭായോഗത്തെ ചിലർ ഉറങ്ങിയിട്ട് പൊങ്ങി വന്നിട്ടൊരു സ്തോത്രം പറയുന്ന പോലെ പോയി. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. നമ്മുടെ ആളുകൾക്കുള്ള ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്നാണെന്നറിയോ? എത്ര ഉറങ്ങി മുങ്ങി അടുത്തെട്ടിപ്പോയാലും പൊങ്ങി വരുമ്പോൾ ഒരു പിടി സ്തോത്രം കൊണ്ടേ വരുള്ളൂ. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. നിങ്ങൾ കാണില്ല, പക്ഷെ ഞാനിവിടെ ഇരുന്ന് കാണാറുണ്ട്. അതിനേക്ക് രസം ഈ പൊങ്ങി വരുമ്പോൾ അവരുടെ ആ എക്സ്പ്രഷൻ. ഇങ്ങനെ താന്ന് പൊങ്ങി ഇങ്ങോട്ട് വരും. താഴ്ത്തോട്ട് പോകുന്ന സ്ലോ മോഷനല്ല, പൊങ്ങി വരുമ്പോൾ ഒരു വെട്ടലും ഒരു കൊടയിലും ഒക്കെ. അതെന്താന്ന് എനിക്ക് ഇപ്പോഴും ഒരു മനസ്സിലായിട്ടില്ല. അതെന്തിനാന്ന് ചോദിച്ചാൽ ഞാനങ്ങ് പറയാം. അടുത്തിരിക്കുന്ന ആളറിയണം, ഞാൻ ആത്മാവില. കൊടയുന്ന എന്തിനാ? അല്ലാതെ
അല്ലെങ്കിൽ പിന്നെ ഉറങ്ങി താഴ്ത്തോട്ട് പോയി അതേപോലെ പൊങ്ങി വന്നാ പോരെ. താന്നിട്ട് ഞാൻ ഉറങ്ങിയല്ലാഞ്ഞു, ആത്മാവിൽ കത്തുകയായിരുന്നു. പച്ചക്കള്ളം ഇരുന്നുറങ്ങി പിടപ്പിച്ച് പുറത്തോട്ട് വരല്ലേ. ഇനി പിടക്കില്ല, ഇനി പിടച്ചാ നിങ്ങൾ കൈയോട് പിടിക്കും. ഓക്കെ, അപ്പൊ ഏതായാലും പത്രോസ് വന്നു, വാളെടുത്ത് വെട്ടി, ചെവി അങ്ങ് പോയി. ചെവി പോയി. നിങ്ങൾ ആ കാഴ്ച ഒന്ന് നിങ്ങളുടെ കണ്ണുകൊണ്ടൊന്ന് കണ്ടേ. യേശു നിൽക്കുന്നു, യൂദാ നിൽക്കുന്നു, പടയാളികൾ നിൽക്കുന്നു, കുറച്ചു പേര് ഓടുന്നു, ഭയങ്കര ബഹളം. ചെവി ഈ അറവുശാലയിലെ ഇറച്ചി മേടിക്കാൻ പോകുമ്പോൾ ഒരു കാഴ്ച കാണും. പശുവിനെ വെട്ടിക്കൊണ്ടുവന്ന് ആ കുറക് തൂക്കിയിട്ട് കഴിയുമ്പോൾ ഒരു മണിക്കൂർ 3/4 മണിക്കൂർ വരെ അതിന് മാംസം ചെയ്തുകൊണ്ടിരിക്കും. കണ്ടിട്ടുണ്ടോ? പിടച്ചുകൊണ്ടിരിക്കും, ഞരമ്പ് പിടച്ചുകൊണ്ടിരിക്കും. ഈ പുള്ളിയുടെ ചെവി താഴെ കിടന്ന് പിടക്കുക. ആ പുള്ളി ചെവി പോയിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. പത്രോസ് യേശു അതല്ല നോക്കുന്നേ. യേശു അവനോടൊരു വാക്ക് പറഞ്ഞു, പത്രോസേ, വാള് പുറയിലിടുക. നിനക്കെന്റെ മനസ്സറിയാതെ പോയി. നീ ഓർത്തല്ലേ എന്നെ കൊണ്ട് വാളെടുപ്പിച്ചത് കണ്ടവന്റെ ചെവി വെട്ടാനാന്ന്. ഒരു പ്രവചന നിവൃത്തിക്കാടാ ഞാൻ ഇതെടുപ്പിച്ചേ, കണ്ണി കണ്ടവര് വെട്ടാനല്ല. ആമേൻ. നീ അവർ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു എന്ന് പ്രവാചകൻ പ്രവചിച്ച ആ പ്രവചനം ഒന്ന് നിവർത്തിയാകാനോ നിന്നെ കൊണ്ട് ഞാൻ വാളെടുപ്പിച്ചത് ഒരുത്തന്റെ ചെവി വെട്ടാനല്ല. സ്വതന്ത്രം. അടുത്ത മറുപടി, പത്രോസേ, വാളെടുക്കുന്നവൻ നശിക്കും, നശിക്കും. നീ എന്റെ മനസ്സറിയാതെ പോയി. നിനക്ക് കാര്യമൊക്കെ ഭയങ്കര എടുത്തിയാട്ടമാ, മറ്റാരും ചെയ്യാത്തതാ. വെള്ളത്തിന്റെ മീതെ നീ നടന്നത്. ഞാൻ ആരാന്ന് ചോദിച്ചപ്പോ നീ പറഞ്ഞു ജീവനുള്ള ദൈവത്തിന് പുത്രനായ മശിഹ. വെളിപ്പാടിനെ അങ്ങേ അറ്റം കണ്ടവനാ നീ. എന്നാലും ഞാൻ നിന്നോട് പറയാം, എന്റെ മനസ്സ് ഇതുവരെ നിനക്കറിയില്ല. ഒരല്ലേലൂയ പറ, ഒരല്ലേലൂയ പറ. രണ്ടാമത്തെ കാര്യം എന്നാന്നറിയോ? യേശു ഒരിക്കൽ പറഞ്ഞു, മനുഷ്യപുത്രനെ അവർ പിടിക്കും, മനുഷ്യപുത്രനെ ക്രൂശിക്കും, അവരടിക്കും. ഉടനെ പുള്ളി എന്നിട്ടോ അടിക്കല്ല, തട്ടും. കർത്താവെന്ന് ചുമ്മാ ഇരിക്കുന്നേ. ഞാനിവിടെ ഉള്ളപ്പോഴോ കർത്താവ് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അല്ല, അറിയാൻ കിട്ടി ചോദിക്കും. ഞങ്ങൾ ആരാന്നാണ് കർത്താവൻ? കാര്യമൊക്കെ ശിഷ്യന്മാരാ, ഞങ്ങൾ ടേപ്പ് വേറെ. കർത്താവ് ഇടക്കിടക്ക് പറയുന്നു, അവരെന്നെ തട്ടും, അവരെന്നെ കൊല്ലും, ഇങ്ങോട്ട് വരട്ടെ. സ്വതന്ത്രം പറ, വരട്ടെ. അങ്ങനെ ഒന്നും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അങ്ങനെ ഒന്നും നിന്നെ മരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഉടനെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? എന്താ പറഞ്ഞേ? ഇതായിരുന്നു പറഞ്ഞേ. പത്രോസിന് എന്നാ വിളിച്ചേ? പിന്നിൽ. അന്നേ ഞാൻ ഓർത്തതാ, അപേക്ഷിച്ച് എന്റെ പടകിൽ കയറിയപ്പോഴേ ഓർത്തതാ എന്നെ പിശാചെന്ന് വിളിക്കാനാ. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. മനസ്സിലായില്ലല്ലേ? യേശുവും പത്രോസും തമ്മിലുള്ള ഫസ്റ്റ് എൻട്രി ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ കൂടിക്കാഴ്ച ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഗന്നേസരത്തെ തടാകത്തിൽ ഒന്നും കിട്ടാതെ രാത്രി മുഴുവൻ അധ്വാനിച്ചിരിക്കുമ്പോഴാ യേശു വന്നിട്ട് ഈ പടകൊന്ന് നീക്കാൻ. വായിച്ചിട്ടില്ലല്ലേ? ചില ചെറിയ കാര്യങ്ങൾ നിങ്ങൾ കുറിച്ചു വെക്കണം. യേശു എന്ത് ചെയ്തെന്നാ മോനെ വായിച്ചേ? ഒന്ന് വായിച്ചേ. അവിടെ ലൂക്കോസ് 4 സംഭവം. അവൻ ഗന്നേസരത്ത് തടാകത്തിന് കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടത് തിക്കിക്കൊണ്ടിരുന്നു. 2 പടക് കരയ്ക്കടുത്തു നിൽക്കുന്നത് കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു.
ആ പടകൾ ശീമോനുള്ളത് ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. എന്ത് ചെയ്തു? അപേക്ഷിച്ചു. താഴ്മയോടെ അപേക്ഷിച്ചു. തുടക്കം അപേക്ഷ, ഇപ്പതേ ശാസിക്കുന്നു. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും, നിങ്ങൾക്ക് വഴക്കൊന്നും ഉണ്ടാവരുത്. സ്വതന്ത്രം പറഞ്ഞേ. ഇതിനകത്ത് കയറി നിങ്ങൾ ഒന്ന് യേശുവിനെ അറിയുന്നത് വരെ ഞങ്ങൾ അപേക്ഷിക്കും. നിങ്ങൾ റെഡിയായെന്ന് കണ്ടാൽ ഞങ്ങൾ പിന്നെ നിങ്ങളെ ശാസിക്കും. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. എന്തായാലും അപേക്ഷിച്ച് പടകിൽ കയറി ശുശ്രൂഷ ആരംഭിച്ചു. അങ്ങ് ഇവിടെ എത്തി. ഇപ്പൊ വിളിക്കുകയാണ്, സാത്താനെ, നീ ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. റൂട്ട് പോയ പോക്ക് കണ്ടോ? വാളെടുത്ത് വെട്ടിയ പത്രോസ് തന്നെ ഇപ്പൊ യേശുവിനോട് പറയാ, അങ്ങ് മരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, പറ, സമ്മതിക്കത്തില്ല. എന്നാലേ ഞാൻ അടുത്തൊരാളെ കൂടി പരിചയപ്പെടുത്തിയിട്ട് വേഗം പ്രാർത്ഥിക്കാം. ഇത്രയൊക്കെ ബഹളം ഇവിടെ നടക്കുമ്പോഴും ഒരു പുള്ളി യേശുവിൻ്റെ മാറി ഇങ്ങനെ ചാരിക്കിടക്കുക സൈലന്റ് ആയിട്ട്. അതാരാ? പുള്ളി വാളും എടുക്കുന്നില്ല, പുള്ളി പ്രശ്നവും ഉണ്ടാക്കുന്നില്ല, പുള്ളി ഒരു പ്രയാസം ഉണ്ടാക്കുന്നില്ല. ഇതാരാ? യോഹന്നാൻ. എന്താണ് യോഹന്നാനെ? അങ്ങേക്ക് ഇതൊന്നും ബാധകമല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യനെ ഏറ്റവും അധികം സ്വാധീനിച്ചത് യേശുവിന്റെ മനസ്സാ. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറയോ. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ചയോ ചൊവ്വാഴ്ചയോ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരൊറ്റ ശിഷ്യന്മാരും അഭിസംബോധന ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ടില്ല. യോഹന്നാന്റെ ലേഖനത്തിൽ മാത്രമേ യോഹന്നാൻ പറഞ്ഞുള്ളൂ, കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ. എന്തുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ആമൻ കോഴി കൂകി, അവസാനമാണയിട്ട് ശപിച്ചു. എന്നിട്ടും മീൻ പിടിക്കാൻ പോയ പത്രോസിനെയും കൂട്ടരെയും തേടി വെളുപ്പാങ്കാലത്ത് തിബരിയാസ് കടൽക്കരയിൽ വന്നിട്ട് അരിമനാഥനായ കർത്താവ് ഒരു വിളി വിളിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? തള്ളിപ്പറഞ്ഞ പത്രോസ് പടകിലുണ്ടായിട്ടും ഇടയനെ പിടിച്ചപ്പോൾ ചിതറിപ്പോയ ആടുകൾ ആ പടകിനകത്തുണ്ടായിട്ടും നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് തിരിച്ചേ. യേശുവിൻ്റെ വായിന്ന് വരുന്ന വാക്ക് കുഞ്ഞുങ്ങളെ എന്നല്ലാതെ മറ്റൊരു പദം വരുന്നില്ല. യോഹന്നാൻ അത് തന്നെ വിളിക്കാൻ തുടങ്ങി. യോഹന്നാൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സായി മാറി. മാമൻ അത് തമ്മിൽ ഒരുമിച്ച് വന്നു. ഇപ്പോൾ അവൻ യോഹന്നാൻ എവിടെയൊക്കെ യേശുവിനെ വെളിപ്പെടുത്തിയോ അത് ശരിക്കും മനസ്സറിഞ്ഞാണ് വെളിപ്പെടുത്തിയത്. ആ വാക്യം നിങ്ങൾ മറക്കരുത്. ദൈവത്തിന് മനസ്സറിഞ്ഞവനാർ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ദൈവത്തിന് മനസ്സറിഞ്ഞാൽ ഒരിച്ചിരി വിട്ടുകൊടുക്കേണ്ടി വന്നാൽ അത് വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാകും. യേശുവിന്റെ മനസ്സറിഞ്ഞാൽ ചിലതും നഷ്ടമായാൽ നിങ്ങൾ പ്രതികരിക്കത്തില്ല. അവൻ യേശുവിന്റെ മനസ്സ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചില വിട്ടുവീഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഏറ്റവും അധികം അറിയേണ്ടത് യേശുവിന്റെ മനസ്സ് നിങ്ങൾ തിരിച്ചറിയുക. ദൈവത്തിന്റെ മനസ്സലിവെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് കേട്ടോ. നമുക്കൊന്നും കൂട്ടിയാലിട്ട് കൂടത്തുമില്ല. കരിക്കാനും കുടിച്ചാലും പഠിക്കാനും ഇനി എത്ര ബൈബിൾ കോളേജ് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും യേശുവിന്റെ മനസ്സലിവ് പഠിപ്പിച്ചും തീരത്തില്ല, പ്രസംഗിച്ചും തീരത്തില്ല. 1-2 വേണമെങ്കിൽ ഒന്ന് പറയാം. സമയത്തിന്റെ ചുരുക്കത്തിൽ നിന്ന് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നെടുത്തേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. അവൻ പട്ടണത്തിന്റെ വാതിലിനടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. നൈൽ പട്ടണത്തിൽ വിധവയായ ഒരു സ്ത്രീ, ആകെ കൂടി ഉള്ളതൊരു കുഞ്ഞാണ് കേട്ടോ. ആ കുഞ്ഞ് ഈ ലോകത്തുനിന്ന് അവര് വിട്ടുപോയി. യേശു കർത്താവ് പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പട്ടണത്തിനകത്ത് നിന്നും ഒരു ശവമഞ്ചം ഇതപ്പുറത്തേക്ക് വരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാമെങ്കിലും ഒന്ന് ഞാൻ ചോദിക്കുകയാണ്. നൈൽ എന്ന പട്ടണം, നൈൽ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ?
എന്താണ്? സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ഉത്സാഹത്തിൻ്റെ, സമൃദ്ധിയുടെ എന്നാണ് നൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം. നൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷമാണ്, ആനന്ദമാണ്, ഉല്ലാസമാണ്. എന്നാൽ സന്തോഷത്തിൻ്റെ പട്ടണത്തിനകത്തുനിന്ന്, ആനന്ദത്തിൻ്റെ പട്ടണത്തിനകത്തുനിന്ന് ഇപ്പോൾ നല്ല സന്തോഷം തരുന്നതല്ല ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. സന്തോഷം അനുഭവിക്കേണ്ട ആ പട്ടണത്തിനകത്തുനിന്ന് ഒരു ശവമഞ്ചം ഇതാ പുറത്തോട്ട് വരുന്നു. എൻ്റെ ദൂത് മാറിയത് കൊണ്ട് ഞാനൊരു പ്രവചനമായിട്ട് അങ്ങ് പറയട്ടെ. പുറമേ നിന്ന് നോക്കുമ്പോൾ ആമേൻ സ്തോത്രം, കാണേണ്ടതും അനുഭവിക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമല്ല പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഇന്ന് ഒരു ദൂതുകൂടി പറയാ. പുറത്തേക്ക് വരുന്നത് ആമേൻ നൈൽ എന്ന പട്ടണത്തിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് മരണശവമാണെങ്കിൽ ഇന്ന് കർത്താവ് മനസ്സലിഞ്ഞ് ആ നൈൽ പട്ടണത്തിൻ്റെ സ്ഥിതിക്ക് ഒരു ഭേദം ദൈവം വരുത്തും. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തിന് നന്ദി പറ. ഈ പകൽ വിശ്വസിച്ച് ആമേൻ പറ. ദൈവം ചിലതിന് ആമേൻ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. ദൈവം ചിലതിൻ്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തും. ദൈവം ചിലതിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. അവൻ പുറത്തേക്ക് വരുന്നത് സന്തോഷമില്ലാത്ത സാഹചര്യമാണ്. അകത്ത് പേര് കിടക്കുന്നത് സന്തോഷമെന്നാണ്. പക്ഷെ പുറത്തേക്ക് വരുന്നത് സന്തോഷമില്ലായ്മയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ ദൈവജനത്തെ തൊടാൻ പോകുക, ദൈവജനത്തെ സ്പർശിക്കാൻ പോകുക. ചില കുടുംബത്തിൻ്റെ അകത്ത് അസ്വസ്ഥതയുടെ ചില കുടുംബത്തിന്റെ അകത്ത് മാറി മാറി അനർത്ഥം സൃഷ്ടിക്കുന്ന, ചില കുടുംബത്തിന്റെ അകത്ത് മാറി മാറി സന്തോഷത്തെ കെടുത്തുന്ന ദുരാത്മ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പൊട്ടുന്നു. ഉടബല ഘടക ദുരാചനാരവസിക്കല ജീസസ്. പ്രൈസ് ദി ലോർഡ്. എന്നോട് കർത്താവ് പറയുന്നു, ആമേൻ, സന്തോഷം എന്ന പട്ടണത്തിനകത്ത് നിന്ന് വെളിയിലേക്ക് വരുന്നത് തീരാ നഷ്ടവും കൊണ്ടാണ്. ആമേൻ, നഷ്ടത്തിൻ്റെ കണക്കും കൊണ്ട് ഇതാ പട്ടണത്തിനകത്ത് നിന്ന് ഒരു കൂട്ടം പുറത്തോട്ട് വരുന്നു. ആ ശവമഞ്ചത്തിന് മുമ്പിൽ കരയുന്ന അമ്മയോട് ചോദിക്ക്. അമ്മ പറയും, എനിക്ക് നഷ്ടമായി. ആ ശവം ചുമക്കുന്നവരോട് ചോദിക്ക്. അവർ പറയും, ഞങ്ങളുടെ എല്ലാമായിരുന്നു ഇവൻ ഞങ്ങൾക്ക് നഷ്ടമായി. നാട്ടുകാരോട് ചോദിക്ക്. അവർ പറയോ, ഇവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു, അവൻ നഷ്ടമായി. എന്നാൽ ഇന്ന് പകൽ പട്ടണത്തിന് പുറത്ത് നിന്ന് അകത്തേക്ക് യേശു വരുന്നത് നഷ്ടത്തെ മടക്കി തരാനാണ്. എവിടെയെല്ലാം നിനക്ക് നഷ്ടമായോ അതിന്ന് പകൽ എൻ്റെ ദൈവം നിനക്ക് മടക്കി തരാൻ പോകുക. മനസ്സലിവുള്ള ദൈവം, കരുണ കാണിക്കുന്ന ദൈവം, കൃപ വെളിപ്പെടുത്തുന്ന ദൈവം, നഷ്ടങ്ങളെ മടക്കി തരുന്ന ദൈവമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. അവൻ ദൈവത്തിന്റെ ആത്മാവെന്നോട് പറയുന്നു, അവൻ അവളെ കണ്ടിട്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് നിങ്ങളെ കണ്ടിട്ട് മനസ്സലിഞ്ഞാൽ നിങ്ങളുടെ നഷ്ടം ദൈവ ലാഭമാക്കും. യേശുവിന്റെ നാമത്തിൽ ആ ദൂത് ഇന്ന് പകൽ ഇതിനകത്ത് സംഭവിക്കട്ടെ. ആ ദൂത് ഇന്ന് പകൽ ഇതിനകത്ത് സംഭവിക്കട്ടെ. ദൈവം മനസ്സലിഞ്ഞോ? ദൈവം നിന്നെ കണ്ട് മനസ്സലിഞ്ഞോ? നിന്റെ തലമുറയെ കണ്ട് മനസ്സലിഞ്ഞോ? നിന്റെ കുടുംബത്തെ കണ്ട് മനസ്സലിഞ്ഞോ? ദൈവം മനസ്സലിഞ്ഞോ? ദൈവം നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കും ദൈവം. ആമേൻ. കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ എന്ന് പറ. ഞാൻ ചിലരോട് വ്യക്തിപരമായി ചില പ്രവചന ദൂത് ഇന്ന് പബ്ലിക്കിൽ പറയാണ്. സന്തോഷവരെ, ഈ ദൂത് കുറിച്ചു വെച്ചോ കേട്ടോ. ഈ ദൂത് നിങ്ങളുള്ള ദൂതാണ്. ദൈവം മനസ്സലിഞ്ഞിട്ടുണ്ട്. ദൈവം നഷ്ടങ്ങളെ ലാഭമാക്കി തരാൻ പോകുക. കുറിച്ചു വെച്ചോ. അടുത്ത 4 മാസത്തിനകത്ത് നിന്റെ സ്ഥിതി മാറുന്നത് പട്ടണം കാണുമെന്ന് ആത്മാവിന്ന് പകൽ ദൂത് പറയുകയാണ്. ഇല്ല, എവിടെയാണോ ഒതുക്കാൻ നോക്കിയത്, എവിടെയാണോ തകർക്കാൻ നോക്കിയത്, അതിന്റെ മേഖലകൾ ദൈവം പുതുക്കിയെടുക്കും.
കർത്താവ് മനസ്സലിഞ്ഞാൽ നിന്റെ നഷ്ടം മാറും. ഒരു ഹല്ലേലൂയ പറ. ഞാനൊരു കാര്യം കൂടി പറയുന്നു, ഇതൊന്നും മാനുഷികമല്ല, ചിന്തയിൽ പോലുമില്ല. കർത്താവ് മനസ്സലിഞ്ഞാൽ ആമേൻ, നിന്റെ വിഷയത്തിന്റെ ആഴം എത്ര വലുതാണേലും അതെന്റെ ദൈവത്തിന് വിഷയമല്ല. ഞാനിത് പറയാൻ കാര്യം, ഞാനൊരു ദൂത് പറയുമ്പോൾ ആ ദൂത് പറയാൻ എൻ്റെ ഉള്ളത്തിൽ ദൈവം തരുമ്പോൾ ആ ദൂതിനോട് ചേർന്ന് കണക്റ്റഡായി ദൈവം വചനം തരും. അതുകൊണ്ട് ഞാൻ ഈ ആദ്യം ഈ ദൂത് പറഞ്ഞേ, ദൈവം മനസ്സലിഞ്ഞാൽ, സ്തോത്രം, നിന്റെ വിടുതലിന്റെ ആഴം എത്ര വലുതാണേലും അത് സിമ്പിളായിട്ട് ദൈവം തീർത്തു തരും. സ്തോത്രം. എന്താ തെളിവെന്നറിയാമോ? കർത്താവ് ചോദിച്ചു, ഇവിടെ എത്ര പേരുണ്ട്? ശിഷ്യന്മാർ പറയുന്നു, തമ്പുരാനെ, യജമാനനെ, ഗുരുവേ, 5000 പുരുഷന്മാരുണ്ട്, അവരുടെ സ്ത്രീകളുണ്ട്, അവരുടെ കുഞ്ഞുകുട്ടികളുണ്ട്. എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ 18ഉം 20,000-നും അടുത്ത് ആമേൻ വിളമ്പി കൊടുക്കാനുണ്ട്, കഴിക്കാനുണ്ട്. കർത്താവ് ചോദിച്ചു, ഇവിടെ എന്തുണ്ട്? ആമേൻ. അവൻ പറഞ്ഞു, 5 അപ്പവും 2 മീനുമാ ഉള്ളത്. വിഷയം വലുതാണ്, വിഷയം തീർക്കാനുള്ള ആമേൻ വിഷയം വളരെ ചെറുതാണ്. സ്വതന്ത്രം. ഒന്നുകൂടി പറയുക, പ്രശ്നം വലുതാണ്, പ്രശ്നം തീർക്കാനുള്ള വസ്തു വളരെ ചെറുതാണ്. നിന്റെ കടഭാരം വലുതാണ്, പക്ഷെ തീർക്കാനുള്ളത് ചെറുതാണ്. പക്ഷെ ഇന്ന് പകൽ ആത്മാവനോട് പറയുന്നു, ദൈവം മനസ്സലിഞ്ഞാൽ, ദൈവം കണ്ടു മനസ്സലിഞ്ഞാൽ, നിന്റെ കുടുംബത്തെ കണ്ട് മനസ്സലിഞ്ഞാൽ, നിന്റെ തലമുറയെ കണ്ട് മനസ്സലിഞ്ഞാൽ, നിന്റെ വിഷയത്തിന്റെ മേൽ ദൈവം മനസ്സലിഞ്ഞാൽ, ദൈവ പൈതലേ, നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ എന്റെ ദൈവം ഉത്തരം തന്നിരിക്കും. നല്ലൊരു ഹല്ലേലൂയ പറ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എത്ര പേര് ഇന്ന് പകൽ തയ്യാറുണ്ടോ വിശ്വാസത്താൽ ചിലത് ചെയ്യാൻ? റെഡിയായിക്കോ? നിങ്ങൾ റെഡിയായിക്കോ? വിഷയം എത്ര വലുതാണെങ്കിലും, ആ വിഷയം തീർക്കാനുള്ള വസ്തു ചെറുതാണെങ്കിലും അതിനെ വർദ്ധിപ്പിച്ച ദൈവം പൂർത്തീകരിക്കും. Thank you, Jesus. വാടിയ മുഖം മാറട്ടെ, പ്രത്യാശയുള്ളവരായി നിറയട്ടെ. സ്വതന്ത്രം. ഞാൻ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല, പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക, ഒന്നുകൂടി കേൾക്കുക. നമ്മൾ പ്രത്യാശയോടെ വിശ്വാസത്തോടെ എന്ത് ചെയ്യുന്നോ അതിലാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. സന്തോഷമാണോ? ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നു, നിങ്ങൾ പുറപ്പെടാൻ സമയമായി. നിങ്ങൾ പുറപ്പെടാൻ എന്തായി? സമയമായി. ആ പുറപ്പാടിൻ്റെ സമയമായപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് അന്ന് വൈകിട്ട് പറയുകയാണ്, ഇന്ന് രാത്രി യഹോവയുടെ പെസഹായ. യഹോവയുടെ പെസഹായ. പക്ഷേ യഹോവയുടെ പെസഹയ്ക്ക് ഒരു പ്രത്യേകത ഞാൻ ഇന്ന് കൽപ്പിക്കാൻ പോകുന്നു. എന്നാന്നറിയോ? അര കെട്ടി ചെരിപ്പിട്ട് വടി പിടിച്ച് നിങ്ങൾ പെസഹ കഴിക്കണം. യഹൂദന്റെ ചരിത്രത്തിലില്ലാത്തൊരു കാര്യമാ. യഹൂദൻ ആഹാരം കഴിക്കുമ്പോൾ 2 കാര്യം ചെയ്യും. ഒന്ന്, അര കെട്ടിയത് അഴിച്ചു വെക്കും, കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റി കാല് കഴുകും, എന്നിട്ടേ അവൻ ആഹാരം കഴിക്കൂ. കർത്താവ് പറഞ്ഞു, ഇന്ന് ഞാൻ മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ ചെരിപ്പിടണം. എന്ത് ചെയ്യണം? ചെരിപ്പിടണം. നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും നോക്കി പറ, അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി പറ, നിങ്ങൾ ചെരിപ്പിടണം. നിങ്ങൾ എന്തിടണം? ചെരിപ്പിടാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോ. 400 സംവത്സരമായിട്ട് ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ ചെരിപ്പിട്ടിട്ടില്ല.
തെളിവ്, അടിമകൾക്ക് ചെരുപ്പിടാൻ അനുവാദമില്ല. അടിമകൾ ചെരുപ്പിടില്ല. അടിമകൾ ചെരുപ്പിട്ട് നടക്കാൻ അവിടുത്തെ ഭരണകൂടം അനുവദിക്കത്തില്ല. ഇനിയിപ്പോ ചെരുപ്പിട്ടിട്ട് എന്നാ കാണിക്കാനാ? ഇവരുടെ പണി എന്നാ? ചെളി കുഴക്കുക. മിസ്രയീമിലെ വലിയ നഗരങ്ങൾ പണിയാൻ, ഷോപ്പിംഗ് മാളുകൾ പണിയാൻ ഇഷ്ടിക ഉണ്ടാക്കി ചെളി ഔട്ടുന്ന പരിപാടിയായി ഇവർക്ക്. പിന്നെ എവിടെന്നാ ഇവർ ചെരുപ്പിടുന്നേ? സ്വതന്ത്രം. ഇനി ഇന്ന് വൈകിട്ട് 4 മണിക്ക് വന്നിട്ട് കർത്താവ് പറയുക, വീട്ടിലെല്ലാവരും ഇന്ന് രാത്രി ചെരുപ്പിട്ടേക്കണം എന്ന് പറഞ്ഞാലേ 35 ലക്ഷം ജനത്തിന് ഒരുമിച്ച് ചെരുപ്പിടാൻ ഏത് കടയിൽ പോയി ചെരുപ്പ് മേടിക്കും? ഇത് മനസ്സിലായോ? ചെരുപ്പിടണ്ടേ? റോബിൻസേ, ഇത്രയും ചെരുപ്പ് എവിടെ നിന്ന് കിട്ടും? 1 മാസത്തിന് മുമ്പാണ് ദൈവം പറയുന്നത്, അടുത്ത മാസം 10-ാം തീയതി ചെരുപ്പ് ഇടണം, ചെരുപ്പെല്ലാവരും തയ്യാറാക്കണം. പക്ഷെ ഇപ്പോഴാ പറയുന്നത് ചെരുപ്പിട്ടുണ്ട് ഇന്ന് രാത്രി പോണമെന്ന്. ചെരുപ്പിടാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? ഉണ്ടായിരുന്നോ? പറ. എല്ലാവരും ചെരുപ്പിട്ടില്ലേ? എങ്ങനെ ചെരുപ്പിട്ടു മാഷേ? അറിയണ്ടേ? അത് കേൾക്കാൻ സന്തോഷമുണ്ടോ? ഒരു 500 രൂപ എടുത്ത് കയ്യിപ്പിടി. ഒരു 500 രൂപ എടുത്ത് കയ്യിപ്പിടി. കാരണം അത്ര ദൂത് വലുതാന്നേ. ദൂത് അത്ര വലുതാന്നേ. എന്നാലും ഇതങ്ങ് പറയാൻ പറ്റൂ. ഒരു സ്വതന്ത്രം പറ. ചെരുപ്പിട്ടോ എന്നറിയണോ? എങ്ങനെ ചെരുപ്പിട്ടു? ഇനി 35 ലക്ഷം ജനത്തിന് ഒരു വൈകിട്ടത്തെ വേള കൊണ്ട് എല്ലാ കടയും പോയി ചെരുപ്പെടുത്താലും 35 ലക്ഷം ചെരുപ്പ് കിട്ടുമോ? പക്ഷെ അവരെല്ലാം ചെരുപ്പിട്ടു. എങ്ങനെ കിട്ടുമെന്നറിയാമോ? ഇവരുടെ എല്ലാം വീടുകളിൽ പ്രായമായ അപ്പച്ചനും അമ്മച്ചിമാരും ഉണ്ടായിരുന്നു. അവർ കുടുക്കത്ത പ്രത്യാശയായിരുന്നു. അവര് ന്യായപ്രമാണം പഠിച്ചു. ന്യായപ്രമാണം പഠിച്ചപ്പോ അവിടെ പിതാവായ അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം എന്തായിരിക്കും? പറ. അടിമ. ഇവരിൽ കലണ്ടറെ കുഴിച്ചിടാൻ തുടങ്ങി. ഇനി 45ആയി, 35ആയി, 36ആയി, 38ആയി. 38, 39 കയറിയപ്പോൾ അപ്പച്ചമ്മച്ചിമാര് പറഞ്ഞു, എപ്പോഴാണെന്നറിയില്ല, ഒരു പുറപ്പാട് വരുന്നുണ്ട്, പ്രവചനത്തിന്റെ നിവൃത്തിയിലേക്ക് വരികയാ. പ്രൈസ് ദി ലോർഡ്. സമയമായി, 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 സമയമായി. ഇനി കാത്തിരിക്കാൻ വയ്യ. അവരെന്നാ ചെയ്യുന്നറിയാമോ? ശ്രദ്ധിച്ചേക്ക്. ഈ അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാം കലണ്ടറെ നോക്കി ആ 400 സംവത്സരത്തിന്റെ പാക്കേജ് കൃത്യമായി കണക്ക് കൂട്ടി. തോമസിന്റെ കാലിനും ബൈജുവിന്റെ കാലിനും സാമിന്റെ കാലിനും എല്ലാം അളവെടുത്തങ്ങ് ചെരുപ്പ് തിന്നാൻ തുടങ്ങി. ഒരല്ലി എന്ന് പറഞ്ഞേ, വീട്ടിൽ 10 മക്കളുണ്ടെങ്കിൽ അപ്പനും അമ്മയും കൂടി ഇരുന്ന് 10 പേർക്കും ചെരുപ്പ് തുന്നി. ഒരു സ്വത്രം പറഞ്ഞേ. കാഹളമൂതി. കാഹളം കേട്ടപ്പോ ഈ അപ്പച്ചൻ അമ്മച്ചിമാരെല്ലാം കൊണ്ടുവന്ന് മക്കളുടെ കൊണ്ടുവന്ന് കാലടി വെച്ചു കൊടുത്തിട്ട്, ഈടടാ മക്കളെ, ഇടെന്ന് പറഞ്ഞു. ആ ചെരുപ്പിട്ടു. തമ്പുരാൻ ആ ചെരുപ്പെ നോക്കിയിട്ട് പറഞ്ഞു, പ്രത്യാശയോടെ തുന്നിയ ഈ ചെരുപ്പ് തേയില്ല. ഇത് വളരും, ഇത് വളരും, ഇത് വളരും. ഇന്ന് പകൽ വലിയ വെളിപ്പാട് പ്രാപിച്ച്, വലിയ പ്രത്യാശ പ്രാപിച്ച്, വലിയ ആത്മീയ കണ്ണുകൾ കൊണ്ട് വലിയ ആത്മാവിന്റെ അന്തരീക്ഷത്തിൽ ചെരുപ്പ് തുന്നാൻ തയ്യാറായാൽ ദൈവത്തിന്റെ മിറക്കൽ ഇന്ന് നീ കാണാൻ പോകുക. ദൈവത്തിന്റെ അത്ഭുതം നീ കാണാൻ പോകുക. ദൈവത്തിന്റെ വിടുതൽ നീ കാണാൻ പോകുക. ഇത് ചെറിയ ദൂതല്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വാസത്താൽ തലമുറയോടുള്ള ദൂത് കേട്ടിട്ട്, കുടുംബത്തോടുള്ള ദൂത് കേട്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ സന്മനസ്സുള്ള എത്ര പേരുണ്ട്? അവർ ഇന്ന് പകൽ ചെരുപ്പ് തുന്നുക. ജീസസ്, ജീസസ്,
ആമേ. എന്നെ ഞെട്ടിച്ച ഒരു ദൂതായത്, എന്നെ ചിന്തിപ്പിച്ച ഒരു ദൂതായത്. 35 ലക്ഷം ജനത്തിനും ആമേൻ പ്രത്യാശയുള്ള അപ്പനും അമ്മമാർ, പ്രവചനം കേട്ട അപ്പനമ്മമാർ, അകത്ത് ദൂത് കത്തിയ മാതാപിതാക്കൾ അവിടെ തലമുറയ്ക്ക് വേണ്ട ചെരുപ്പ് തുന്നി. തമ്പുരാൻ പറഞ്ഞു, അരകെട്ട് ചെരുപ്പിടടാ. ഏത് കമ്പനി പോയി ചെരുപ്പ് മേടിക്കും? എല്ലാവരും തെക്കോട്ടും വടക്കോട്ടും ഓടിയൊന്നുമില്ല. എല്ലാവരുടെ വീട്ടിലും ചെരുപ്പുണ്ടായി. നിങ്ങൾ പറ, 35 ലക്ഷം ജനത്തിന് ഒരുമിച്ചിടാൻ ചെരുപ്പ് എവിടെ നിന്നുണ്ടായി? ആ കണക്ക് കൂട്ടിവെച്ചിട്ട് മാതാപിതാക്കൾ തുന്നിയതാ. നിങ്ങളുടെ തലമുറയോട് ദൈവം പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ട് നിങ്ങൾ വിശ്വാസത്തെ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഒരു കാഹള ശബ്ദം നിങ്ങൾ കേൾക്കുക, ഒരു പുറപ്പാടിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുക, ഒരു യാത്രയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ നഷ്ടങ്ങൾ ദൈവം ലാഭമാക്കി തീർക്കും. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ജീസസ്. ആമേൻ. കർത്താവ് മനസ്സലിഞ്ഞു. കർത്താവായിട്ട് അകത്തോട്ട് ചെന്നു. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, സന്തോഷത്തിന്റെ പട്ടണത്തിൽ നിന്നും മരണം പുറത്തോട്ട് വരുന്നു. ചില കുടുംബത്തെ പുറത്തു നിന്ന് കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അകത്തോട്ട് എല്ലാം പറയാം, പുറത്തോട്ട് വരുന്നത് വേറെ പലതുവാ. പക്ഷേ യേശു അകത്ത് വന്നാൽ നൈൽ പട്ടണത്തിന്റെ സാഹചര്യം മാറും. നഷ്ടങ്ങൾ ലാഭമാക്കും. തീരാ നഷ്ടങ്ങളെ മാറ്റി ദൈവം നിനക്കൊരു വിടുതൽ തരും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ കരമടിച്ച് ദൈവത്തിന് നന്ദി പറ. ദൈവത്തിന്റെ മനസ്സലിയുന്നവനോ. താങ്ക് യു ജീസസ്. കർത്താവ് മനസ്സലിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ. അവിടെ നിർത്തിയ കർത്താവ് മനസ്സലിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അടുത്തിരിക്കുന്ന അവിടെ മുഖത്ത് നോക്കി പറ, ഇന്ന് മനസ്സലിഞ്ഞിട്ടുണ്ട്. ചിരിച്ചുണ്ട് പറ മക്കളെ, ചിരിച്ചുണ്ട് പറ, ഇന്ന് കർത്താവ് മനസ്സലിഞ്ഞിട്ടുണ്ട്. ഇന്ന് കർത്താവ് മനസ്സലിഞ്ഞിട്ടുണ്ട്. മനസ്സലിഞ്ഞ വിടുതല. മനസ്സലിഞ്ഞല്ലേ അപ്പം വർദ്ധിപ്പിച്ചത്. മനസ്സലിഞ്ഞല്ലേ നൈൽ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചത്. ഹല്ലേലൂയ. ആമേൻ. ഒരു സ്ഥലത്തൂടി യേശു മനസ്സലിഞ്ഞു. എവിടെയാണെന്നറിയോ? എവിടെയാണെന്നറിയോ? നിങ്ങൾക്കറിയാം. ഏതാന്ന് പിടുത്തം കിട്ടാത്തതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അത് ഉണ്ട്, പക്ഷെ അതിനേക്കാൾ സിമ്പിളായിട്ട് പറയുന്നൊരു പദമാണ് ശമരിയക്കാരൻ്റെ കഥ. അല്ലേ? നല്ല ശമരിയക്കാരൻ്റെ കഥ. മുറിവേറ്റ് വഴിയിൽ കിടന്ന മനുഷ്യൻ വഴിയിൽ കിടക്കുമ്പോൾ ആദ്യം പുരോഹിതൻ വന്നു. പുരോഹിതൻ നോക്കിയിട്ട് കാണാതെ പോയി. രണ്ടാമത് വീണ്ടും ഒരു ലേവിയൻ വന്നു, അവനും അങ്ങനെ തന്നെ പോയി. മതപുരോഹിതനും വന്നു, അസിസ്റ്റന്റും വന്നു, മാറിപ്പോയി. അവിടെ ഒരു ശമരിയക്കാരനോ മോനെ, അവിടെ ഈ ഒരു വാക്യമുണ്ട്, യാദൃച്ഛിക. ഉണ്ടോ? ചില വാക്കുകൾ ഇങ്ങനെ അകത്ത് കിടക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ വഴിയായി യാദൃച്ഛിക ഒരു പുരോഹിതൻ വന്ന്, ആ വഴിയായി യാദൃച്ഛിക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പ്രതീക്ഷിക്കാതെ. മറ്റവരെല്ലാം യാദൃച്ഛിക വന്നവരല്ല. പുരോഹിതൻ ലേവിയൊക്കെ നിയുക്തമായി നിയമിക്കപ്പെട്ടവരാ. പക്ഷെ യാദൃച്ഛിക ഒരുത്തം വരുന്നുണ്ട്. അവൻ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു, മുറിവേറ്റ് കിടക്കുന്നു. അവനോടനെ ചെയ്തെന്നാന്നറിയോ? ലേവിയും മഹാപുരോഹിതനും ഇത് കണ്ടിട്ട് മാറിപ്പോയി. യേശുവിന്റെ പ്രത്യേകത, അവൻ അടുത്തു വന്നു, മനസ്സലിഞ്ഞു. ഒരു സ്വത്രം പറ. നിങ്ങളോട് സന്തോഷത്തോടെ പറയുക. ഇന്ന് ആരോ തകർന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയായി ദൂത് പറയുന്നേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പ്രസംഗിക്കുക. ഈ പ്രസംഗിച്ച മെസ്സേജ് കഴിഞ്ഞിട്ട് ഈ 2 ദിവസം മുമ്പ് ഫിലദൽഫിയയിൽ നിന്ന്
എന്നൊരു അങ്കിൾ വിളിച്ചിരിക്കുക, പാസ്റ്റർ ഞാൻ ജോലി ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന ഓഫീസിൽ നിന്നും 600 കിലോമീറ്റർ വണ്ടി ഓടിച്ചാ പോകുന്ന പോക്കിൽ ഞാൻ നിങ്ങളുടെ മെസ്സേജ് ലൈവ് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. എൻ്റെ വീട്ടിൽ ഒരെണ്ണം ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ല. പക്ഷേ കരഞ്ഞുകൊണ്ടാ ഞാൻ ആ മീറ്റിങ്ങിൽ കയറിയത്. പക്ഷേ 600 കിലോമീറ്റർ ഞാൻ ഓടിച്ചെങ്കിലും ഞാൻ അറിഞ്ഞില്ല. കാരണം ആ ദൂത് എനിക്ക് ഭയങ്കര ആശ്വാസമായി. നിങ്ങൾക്കറിയാമോ, ഇതിനകത്ത് ചെറിയ കൂട്ടമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് നൂറുകണക്കിന് ആളുകൾ ഈ മെസ്സേജ് വാച്ച് ചെയ്യുമ്പോൾ അവരോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു, ദൈവം ഇന്ന് പകൽ നിനക്ക് വേണ്ടി മനസ്സലിയാൻ പോകുക. നിന്റെ അടുക്കൽ വരാൻ ഒരുവനുണ്ട്. ഓക്കെ, യേശു അടുത്തു വന്നു, മനസ്സലിഞ്ഞു. അരികെ ചെന്നു എണ്ണയും വീഞ്ഞും പകർന്നു. നോക്കിക്കേ, മനസ്സലിഞ്ഞു, അരികെ വന്നു, എണ്ണയും വീഞ്ഞും പകർന്നു. അവന്റെ മുറിവുകളെ കെട്ടി. മതി, ഇനി ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. അരികെ വരാൻ ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാ. ഇത്രയും ശബ്ദം പോരല്ലോ. യേശു. ഹല്ലേലൂയ. എൻ്റെ തൊണ്ടെന്ന് ചോരയാ വരുന്നേ. രാവിലത്തെ പ്രസംഗം കഴിഞ്ഞപ്പോ ഇവിടെ എല്ലാം ഇവിടുന്ന് ഇവിടം വരെ ഇങ്ങനെ കീറിയിരിക്കുക. ഇവിടുന്ന് ഇവിടം വരെ തൊലിയില്ല, ഫുള്ള് റെഡ് കളറിൽ പോയിരിക്കുക. പക്ഷെ ഞാൻ വരുന്ന വഴിക്ക് ഞാൻ വണ്ടിയുടെ അകത്തിരുന്ന് പറഞ്ഞു, യേശുപ്പച്ച നിന്റെ വചനം പ്രസംഗിക്കാനാ ഞാൻ കയറി നിൽക്കുന്നേ, ശബ്ദം തരണം. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നേ, യേശു മനസ്സലിഞ്ഞു അടുത്തു വന്നു. 2, എണ്ണയും വീഞ്ഞും പകർന്നു. അടുത്തത് അവന്റെ മുറിവുകളെ കെട്ടി. അവന്റെ മുറിവിനെ കെട്ടി. നാളുകളായിട്ട് കിടക്കുന്ന മുറിവുകളില്ലേ, വീട്ടുകാർ നിമിത്തം വന്നത്, ബന്ധുക്കൾ നിമിത്തം വന്നത്, ഓഫീസിൽ നിന്ന് വന്നത്, സഹപ്രവർത്തകരിൽ നിന്ന് വന്നത്, ഒരുപാട് മുറിവുകളില്ലേ? ഇല്ല, പുറത്ത് പറയാൻ പറ്റാത്ത പലതും ഭർത്താവിനോടും മക്കളോടും വീട്ടുകാരോടും തുറന്നു പറയാൻ പറ്റാത്ത ഒത്തിരി മുറിവ് നിന്റെ അകത്തില്ലേ? അതിന്ന് കെട്ടാൻ ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ മുറിവ് കെട്ടാൻ ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ മുറിവുണക്കാൻ ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് യേശു. ഹല്ലേലൂയ. അവൻ അടുത്തു വന്ന് മുറിവിനെ കെട്ടി തന്റെ വാഹനമൃഗത്തിൽ കയറ്റി. വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി. വാഹനമൃഗത്തിൽ കയറ്റി. ആലപ്പുഴയിൽ നിന്ന് വെച്ച് ഒരു ആക്സിഡന്റ് നടന്നു. വഴി കിടക്കുന്നു. ഒരു തൊട്ടടുത്തൊരു ബെൻസുകാർ വന്നു. ബെൻസുകാരൻ്റെ സീറ്റെല്ലാം നല്ല ബീച്ച് കളറിലെ സീറ്റാണ്. ആളുകളെല്ലാം പറഞ്ഞു, സാറേ അവനൊന്ന് കയറ്റി കിടത്ത്. രക്തം വാർന്നു പോകുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് മറന്നില്ല. എന്നാന്നറിയാമോ? അയ്യോ, വണ്ടിയെ കയറ്റരുത്, ഇത് ലെതർ സീറ്റാണ്, ആ ബ്ലഡ് മുഴുവനായ പോവില്ല. ഈ മനുഷ്യൻ അറച്ചു നീക്കുമ്പോ അവിടെ കുറെ ഓട്ടോറിക്ഷക്കാരുണ്ട്. അവരെല്ലാം കൂടി വന്നിട്ട് പറഞ്ഞു, പൊക്കിയടാ, കേറ്റട വണ്ടി എന്ന് പറഞ്ഞു. നോക്കിക്കേ, അവരുടെ വണ്ടിക്കകത്ത് ബ്ലഡ് വീണാൽ അവർക്ക് വിഷയമല്ല. അവരുടെ വണ്ടിക്ക് അവൻ അഴുക്കായ വിഷയമല്ല. ഈ നല്ല സമരിയക്കാരനെ നോക്ക്, വാഹനമൃഗത്തിൽ മുറിഞ്ഞവനെ കയറ്റി. മുറിവുള്ളവനെ കയറ്റാൻ പറ്റിയ ഒരു വാഹനമാണ് യേശുവിൻ്റെ വാഹനം. അവനത് വിഷയമല്ല, പ്രശ്നം വിഷയമല്ല, അവൻ ഭാരം വിഷയമല്ല. ധൈര്യമായിട്ടിരിക്ക്, കയറ്റാൻ ഒരുവനുണ്ട്. വഴിയമ്പലത്തിൽ കൊണ്ടുപോയി അവന് രക്ഷ ചെയ്തു. 2 വെള്ളിക്കാശ് എടുത്ത് കൊടുത്തു. എന്നിട്ട് ഇത് കൊണ്ട് അവനെ ശുശ്രൂഷ ചെയ്യണം. അധികം വല്ലതും ഇനിയേ ഇവന് വേണ്ടി അധികം വല്ലതും ചെലവിട്ടാൽ നിർത്താം. ഞാൻ ചോദിച്ചോട്ടെ റോബിൻസേ, അധികം വല്ലതും ഇവൻ ആരാ? ഇവന്റെ ഈ സമരിയക്കാരന്റെ ആരാന്ന്? ഈ മുറിവേറ്റവൻ ആരാ? ബന്ധുവാണോ? അമ്മാച്ചന്റെ മോനാണോ? പിന്നെ ആരാ? ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാ കാണുന്നേ. പക്ഷെ നിന്റെ സ്ഥിതി മാറ്റും. ആദ്യമായിട്ടാ കാണുന്നേ, യേശുവിനെ ആദ്യമായിട്ടാ കാണുന്നേ. യേശുവിനെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. മതി, നിന്റെ അന്തരീക്ഷം മാറും. സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദി പറയുന്നു. മനസ്സലിഞ്ഞാൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കും. മനസ്സലിഞ്ഞാൽ
അങ്ങ് ഞങ്ങളെ വിടുവിക്കും. കർത്താവേ, ഞങ്ങൾ ഇന്ന് പകൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മനസ്സ് ഞങ്ങൾക്കൊന്നറിയണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, അങ്ങയുടെ മനസ്സ് ഞങ്ങൾക്കൊന്നറിയണം. അതിനു വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു. നിന്റെ ജനത്തെ അനുഗ്രഹിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഏറിയ ദൈവകൃപ പകരണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ.